ദൈവനാമത്തിൽ മഹത്വം. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. തുടർന്ന് ഒരു പകൽക്കാലം ദൈവത്തിൻ്റെ സന്ദേശം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ തന്ന ഈ അവസരത്തിനായി ദൈവത്തോട് നന്ദി പറയുന്നു. ഈ ദൈവത്തിൻ്റെ സന്ദേശങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുകയും കേൾക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ദൈവമെന്ന ഒരു വസ്തുത ഉണ്ടെങ്കിൽ ഈ ദൈവം എന്ത് പറയുന്നു എന്നുള്ളത് അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ദൈവവചന ചിന്ത വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ. വചനം ശ്രദ്ധിക്കാൻ നിങ്ങൾ തയ്യാറാണ് എന്ന് വിശ്വസിക്കുന്നു. ഇന്നലെ കഴിഞ്ഞ ഇതിൻ്റെ മുമ്പത്തെ എപ്പിസോഡിൽ പ്രാർത്ഥനയെക്കുറിച്ചാണ് പറഞ്ഞത്. എന്താണ് പ്രാർത്ഥന? പ്രാർത്ഥനയിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവങ്ങൾ എന്തെല്ലാമാണ്? ദൈവസ്നേഹം നമ്മളിലേക്ക് വരുന്ന നീതീകരണം മുതലായ ഇതിന് മുമ്പത്തെ ഭാഗത്തിലുണ്ട്. അപ്പോൾ അത് ഒന്ന് കേൾക്കാത്തവരാണെങ്കിൽ അത് കേട്ട് കഴിഞ്ഞാൽ കണ്ടിന്യൂഷൻ ഉണ്ടാകും. തുടർന്നും പ്രാർത്ഥനയെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്, അതുകൊണ്ടാണ് കണ്ടിന്യൂഷനെ കുറിച്ച് പറഞ്ഞത്. ഈ പ്രാർത്ഥന എന്താണ് എന്നുള്ളതാണ് ഇന്നലെ. പ്രാർത്ഥനയുടെ എന്തെല്ലാം അനുഭവങ്ങളാണ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്നലെ ശ്രദ്ധിച്ചത്. ഇനി പ്രാർത്ഥന എന്താണ് എന്നുള്ളത് അതിനെക്കുറിച്ച് തുടർന്ന് നമുക്ക് അധികമായി ചിന്തിക്കാം. പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അതൊരു അപേക്ഷയാണ്, അല്ലേ? ഒരു യാചനയാണ്. അത് കാണിച്ചു തന്നത് നമുക്ക് പഴയ നിയമ ഭക്തന്മാരെല്ലാം പ്രാർത്ഥിച്ചിട്ടുണ്ട്. പഴയ നിയമ ഭക്തന്മാർ നമുക്കറിയാം. ദാനിയേലിനെ കുറിച്ചും ദാവീദിനെ കുറിച്ചും എല്ലാം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുള്ള ഭക്തന്മാരാണ്. അവരുടെ പ്രാർത്ഥന ദൈവം കേട്ടു. നമുക്ക് ദൈവം കേൾക്കാതിരുന്ന പ്രാർത്ഥനകളുണ്ട്, പിശാച് തടഞ്ഞു വെച്ച പ്രാർത്ഥന, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. പക്ഷെ നമുക്ക് ഇത് പുതിയ നിയമത്തിൻ്റെ പേഴ്സ്പെക്റ്റീവിലേക്ക് വരാം. ഇതിൻ്റെ കാര്യത്തിൽ ഈ പ്രാർത്ഥന എന്നുള്ള വിഷയം അതിൻ്റെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ കാണാൻ കഴിയുന്നത് കർത്താവ് യേശു ക്രിസ്തുവിലൂടെയാണ് നമുക്ക് കാണാൻ കഴിയും. കാരണം കർത്താവ് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണല്ലോ ഒബ്വിയസ്ലി ദ പെർഫെക്റ്റ് പ്രയർ. അപ്പോൾ കർത്താവിനോട് ചോദിക്കുകയും ചെയ്തു ശിഷ്യന്മാർ, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന്. അപ്പോൾ നമുക്ക് കർത്താവിൻ്റെ ജീവിതത്തിലുണ്ടായ അനുഭവം നമ്മളുമായിട്ട് ഒത്ത് നോക്കാൻ പറ്റുന്നതാണോ? ശരിക്കും അതെ, കർത്താവ് അത് തന്നെയാണ് നമ്മളെ പഠിപ്പിച്ചത്. പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുമ്പോൾ സ്വർഗസ്ഥനായ പിതാവിനോട് നിങ്ങളിങ്ങനെ പ്രാർത്ഥിപ്പിനെന്ന് പറഞ്ഞു, അല്ലേ? ആദ്യമേ തന്നെ ഇത് നമ്മുടെ ഒരു റിക്വസ്റ്റാണ്. നമ്മുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അതൊരു റിക്വസ്റ്റാണ്. നിങ്ങളുടെ ആവശ്യങ്ങളെ പ്രാർത്ഥനയാൽ യാചനയാൽ ദൈവത്തോട് അറിയിക്കുക. എത്രയും സ്തോത്രം, നമ്മളത് ദൈവത്തോട് അറിയിക്കുകയാണ് ചെയ്യുന്നത്. അതല്ലാതെ പലപ്പോഴും നമുക്ക് പ്രാർത്ഥന എന്ന് പറയുമ്പം ശരിക്കും ദൈവഹിതം അറിയാത്തവരെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടം അല്ല എൻ്റെ ഇഷ്ടമാണ് നടക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥനയ്ക്ക് നമുക്ക് മറുപടി വേണം, അല്ലേ? പലരും പല സാഹചര്യങ്ങളിലൂടെ കടന്നു വന്നു. അതുകൊണ്ട് ഞാൻ ആരെയും വിധിക്കുന്നില്ല. പലരും ഞരക്കങ്ങളിലിരിക്കുന്നവരുണ്ട്. സാമ്പത്തികമായും ശാരീരികമായ അസുഖങ്ങളും ക്ലേശങ്ങളിലും തീരാ ദുഃഖങ്ങളിലൊക്കെ ആയിരിക്കുന്നവരുണ്ട്. അവരെ സംബന്ധിച്ച് മറുപടി കിട്ടിയേ മതിയാവും, അല്ലേ? നമ്മൾ വിശ്വസിക്കുന്ന ഒരു ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കണമെങ്കിൽ ചില കണ്ടീഷനൊക്കെ മനുഷ്യർക്കുണ്ട്, അല്ലേ? പക്ഷേ ഇതൊന്നുമില്ലെങ്കിലും, നമുക്കിതൊന്നും കിട്ടിയില്ലെങ്കിലും വിശ്വസിക്കാൻ കഴിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അതാണ് കർത്താവ് കാണിച്ചു തന്നത്. എല്ലാ ക്ലേശങ്ങളുടെ മധ്യത്തിലും ഇത് കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കി തരണമെന്ന് കർത്താവ് പറഞ്ഞു. അപ്പോൾ കർത്താവിന് ഈ പാനപാത്രം ഭാരമായതുകൊണ്ട് തന്നെയാണ് കർത്താവ് പറഞ്ഞത്. അപ്പോൾ ജഡത്തിൽ വന്നപ്പോൾ ശരീരത്തിൽ താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നത് കൊണ്ടാണ് കർത്താവ് അത് പറഞ്ഞത്. എങ്കിലും കർത്താവിന് അറിയാം, ഇത് ഞാനീ പ്രാർത്ഥിക്കുന്ന ഒരുപക്ഷെ ദൈവഹിതമാകണമെന്നില്ല, ഇതല്ല ഹിതം. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, ഉത്തരം തരുന്ന ദൈവം, ആ ദൈവത്തിൻ്റെ ഹിതം മാത്രം നിറവേറണമേ എന്ന് പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഒരു അപേക്ഷയാണ്. അപേക്ഷയ്ക്ക് എപ്പോഴും ഉത്തരം കിട്ടണമെന്നില്ല, എന്നാൽ കിട്ടിക്കൂടായികയില്ല. അത് ദൈവത്തിന് ഹിതമാണെങ്കിൽ, ദൈവത്തിൻ്റെ ഇഷ്ടമാണെങ്കിൽ ദൈവം നമുക്ക് ചെയ്തു തരും. അപ്പം നമ്മൾ എന്തുകൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഉള്ളിലെ ഭാരങ്ങളെ നമ്മൾ പുറത്തേക്ക് വയ്ക്കുക. നമ്മൾ ഈ ഭാരങ്ങൾ ചുമന്നുകൊണ്ടിരിക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്, നമ്മളെ തന്നെ റിലീസ് ചെയ്യാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഹൃദയത്തെ റിലീസ് ചെയ്യാൻ, ഈ പ്രാർത്ഥിക്കാൻ പറ്റാതെ ഉള്ളിൽ
നമുക്കല്ലെങ്കിൽ തുറന്നു പറയാൻ പറ്റാതെ നമ്മൾ അല്ലേ സുഹൃത്തുക്കളോടായാലും സഹോദരങ്ങളോടായാലും ഈ ഭാരങ്ങളെ ചുമന്ന് നടക്കുന്ന ഒരു പരിപാടി മനുഷ്യർക്കുണ്ട്. പൊതുവെ മനുഷ്യ സഹജമാണ്. ഈ മനുഷ്യ സഹജമായ ഒരു സ്വഭാവത്തെ ഖണ്ഡിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിന് ഒരു അതിനൊരു വിരാമം കുറിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസ്ഥയാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ. പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനവൻ്റെ ഹൃദയത്തിലെ ഭാരങ്ങളെ ഇറക്കി വയ്ക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ആ ആ നമ്മുടെ അപേക്ഷകളെ അറിയിക്കുമ്പോൾ തന്നെ നമ്മുടെ ഭാരങ്ങളെ ഇറക്കി വയ്ക്കുക കൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഭാരങ്ങളെ ഇറക്കി വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവ് പറഞ്ഞു, ഞാൻ നിൻ്റെ ഭാരം എൻ്റെ മേൽ വെച്ച് കൊള്ളുക, അല്ലെങ്കിൽ ഞാൻ നിന്നെ പുലർത്താം, ഞാൻ നിന്നെ ചുമക്കും, അവസാനത്തോളം നിന്നെ ചുമക്കും, അല്ലെങ്കിൽ ഞാൻ നിൻ്റെ കൂടെ ഇരിക്കും. അപ്പോൾ നമ്മളിത് ചുമക്കണ്ട. കർത്താവ് ഇത് കാൽവറിയിൽ ചുമന്നു കഴിഞ്ഞു. വിശ്വാസത്താൽ നമ്മൾ ദൈവത്തിൻ്റെ അടുത്തേക്ക് ഏൽപ്പിക്കുക. നമ്മുടെ ഹൃദയം എപ്പോഴും ദൈവസന്നിധിയിൽ പകരുക. ഹന്ന പകർന്നതുപോലെ പകരുക, ഹൃദയം പകർന്നു കൊടുക്കുക. നമ്മുടെ ഭാരങ്ങളെ പകരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചുമക്കുന്ന കർത്താവാണ്, നമ്മളല്ല. അങ്ങനെ നമ്മൾ ഈ ഭാരങ്ങളെ ചുമക്കാമെന്ന് ഏറ്റ കർത്താവിലേക്ക് ഇത് നമ്മൾ പകർന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ കർത്താവ് പറഞ്ഞു, കർത്താവ് പറഞ്ഞു, സഹോദരന് വേണ്ടി ജീവൻ വെച്ചു കൊടുക്കുന്ന അതിനേക്കാൾ വലിയ സ്നേഹം ഇല്ല സുഹൃത്തിന് വേണ്ടി. അപ്പോൾ ആ ജീവൻ വെച്ചു കൊടുക്കുന്ന ഒരു കർത്താവിന് നമ്മുടെ ഭാരങ്ങളെ ചുമക്കാൻ കഴിയുകയില്ലയോ? തുറന്ന് സംസാരിക്കാം. നമ്മുടെ ജീവിതത്തിൽ ദൈവവുമായുള്ള ബന്ധത്തിൽ തുറന്ന് സംസാരിക്കുമ്പോൾ നമ്മുടെ ഭാരങ്ങളെ നമ്മളിൽ നിന്ന് എടുത്തു മാറ്റും. അത് സ്വല്പമല്ല, അല്പമല്ല, അത് മുഴുവനായി ദൈവം നമ്മുടെ ഭാരങ്ങളെ എടുത്തു മാറ്റും. പിന്നെ നമുക്ക് ദൈവവുമായി ഒരു ക്ഷമ ചോദിക്കുന്ന അവസ്ഥ അല്ലേ. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കറിയാം, ദൈവമേ എന്നോട് ക്ഷമിക്കണമേ, എൻ്റെ കുറവുകളുണ്ട് അല്ലേ. നമുക്കെപ്പോഴും ഒരു ക്ഷമ വേണം. നമ്മൾ പാപികളാണ്, മനുഷ്യരെപ്പോഴും ഇടറിപ്പോകുന്നവരാ, തെറ്റിപ്പോകുന്നവരാ. നമുക്കെപ്പോഴും ക്ഷമ ആവശ്യമാണ്. ഈ ക്ഷമയ്ക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടതാണ് അല്ലേ. നമ്മുടെ ഭാരങ്ങളെ ഇറക്കി വയ്ക്കുന്നു. ഭാരങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ഷമ അല്ലെങ്കിൽ നമ്മുടെ പാപങ്ങൾ ഒരു ഭാരങ്ങളായി മാറുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ ദൈവത്തോട് നമ്മൾ ക്ഷമ ചോദിക്കുകയാണ്. ഈ ലോകത്ത് നമ്മൾ മനുഷ്യരോട് ചെയ്തത്, ദൈവത്തോട് പാപം ചെയ്തത്, ദൈവത്തോട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആരാധനപരമായി നമ്മുടെ ഹൃദയത്തിൽ കടന്നു വരുന്ന എല്ലാ വൃത്തികേടുകളും ഉണ്ട്. നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്ന നമ്മുടെ ഹൃദയം എന്ന് പറഞ്ഞാൽ, ആത്മാവെന്ന് പറഞ്ഞാൽ ദൈവം തന്നിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് പലർക്കും അറിയില്ലത്. ഇത് ആരാധനാപരമായ ഒരു ഇടമാണ് നമ്മുടെ ഹൃദയം എന്ന് പറഞ്ഞാൽ. അതിനുവേണ്ടി മാത്രമാണുള്ളത്. പക്ഷേ അതിലേക്ക് അനാവശ്യമായ കാര്യങ്ങൾ കയറി വന്ന് നമ്മുടെ ആത്മാവ് എപ്പോഴും മലിനമായിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ആത്മാവിൽ നമുക്ക് ആ ഒരു ക്ലാരിറ്റി കിട്ടണമെങ്കിൽ, ഇന്നലെ സംസാരിച്ചൊരു ക്ലാരിറ്റിയെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഇത് നമ്മുടെ നമ്മുടെ ഈ നമുക്ക് ക്ഷമ കിട്ടി എന്നുള്ള ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിലുണ്ടാവും. ആത്മാവിൽ ക്ഷമ കിട്ടി എന്നുള്ളത്, നമ്മളെ ഉള്ളിൽ കിടക്കുന്നതെല്ലാം പുറത്തു പോയി, അല്ലെങ്കിൽ അതിനെ അതിനെ ഡിസ്പോസ് ചെയ്ത് കളയേണ്ടത് വളരെ അത്യാവശ്യമാണ്. പിന്നെ നമ്മൾ ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെതിരെ ഈ ലോകം നമുക്കെതിരെയുണ്ട്, വ്യക്തമാണ്. പിശാച് നമുക്ക് എതിരെയുണ്ട്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ വചനം പറയുന്നത്, നിങ്ങൾ പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. അപ്പോൾ ഈ പിശാചിനോട് എതിർത്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന മാത്രമല്ല. പ്രാർത്ഥന ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. ഇത് നമ്മുടെ ജീവിതത്തിലൂടെയാണ് പിശാചിനോട് എതിർത്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ. ഞാൻ അതിന് തെറ്റായി വ്യാഖ്യാനിക്കുകയല്ല. അതിലേക്ക് അടുത്ത നാളുകളിൽ കടന്നു വരാം. ദൈവം അനുവദിക്കുന്നുവെങ്കിൽ അതിലേക്ക് കടന്നു വരാം. പിശാചിനോട് എങ്ങനെ എതിർത്ത് നിൽക്കണം എന്നുള്ളതെല്ലാം നമുക്ക് കാര്യമായി ചിന്തിക്കാവുന്ന ഒരു വിഷയമാണ്. എന്നാൽ പ്രാർത്ഥനയിലൂടെയും പിശാചിനോട് എതിർത്ത് നിൽക്കാം. പിശാചിനോട് നമ്മൾ എതിർത്ത് നിൽക്കണം. നമ്മൾ യേശുവിൻ്റെ നാമത്തിൽ എന്നെ വിട്ടു പോകുമെന്ന് അല്ലേ കർത്താവ് പറഞ്ഞല്ലേ, നീ ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ, എന്നെ വിട്ട് ദൂരെ പോ എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട്. അപ്പം അത് ഒരു പ്രാർത്ഥനയാണ്. നമ്മൾ ദൈവത്തിൻ്റെ സഹായത്താൽ ദൈവത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് പിശാചിനോട് എതിർത്ത് നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പിശാചിനോട് എതിർത്ത് നിൽക്കുമ്പം നമുക്ക് ഈ ദൈവം എന്താ നോക്കുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, അവൻ ആ അധികാരം ഉപയോഗിക്കുകയാണ്. ദൈവം തന്നിരിക്കുന്ന അധികാരം ഉപയോഗിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു മകനെയോ അല്ലെങ്കിൽ ഒരു ദൈവദാസനെയോ അവിടെ ദൈവത്തിന് കാണാൻ കഴിയും. അത് ദൈവത്തിന് വളരെ പ്രസാദകരമാണ്. കാരണം അവൻ ആത്മലോകം മനസ്സിലായല്ലോ. അപ്പോൾ പിശാചിനോട് എതിർത്ത് നിൽക്കണം. പിശാചിൻ്റെ പ്രവൃത്തികളെ ശാസിക്കണം. ശാസന മാത്രം പോരാ, നമ്മുടെ ജീവിതത്തിൽ പ്രവൃത്തിയിലെല്ലാം വളരെ
കാണേണ്ടതായ നിരവധിയായ കാര്യങ്ങളുണ്ട്. വ്യക്തിപരമായ ജീവിതത്തിൽ, ആത്മീയപരമായ വ്യക്തിപരമായ ജീവിതത്തിൽ, കുടുംബപരമായി, സഭാപരമായി, സമൂഹപരമായ എല്ലാം പിശാചിനോട് എതിർത്ത് നിൽക്കേണ്ടതായ നിരവധി മേഖലകൾ ഉണ്ട്. അതിലേക്ക് കടന്നു വരുന്നില്ല ഇപ്പോൾ. പിന്നെ നമ്മൾ പ്രാർത്ഥനയിൽ എന്താ ദൈവം പറഞ്ഞ കർത്താവിൻ്റെ വചനത്തിൽ ഇങ്ങനെ പറയുന്നു, പരിശുദ്ധാത്മാവിനെ തന്നോട് യാചിക്കുന്നവർക്ക് അധികമായി നൽകുന്ന ഒരു പിതാവ് നമുക്കുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു വിഷയമുണ്ട് അല്ലേ പ്രാർത്ഥനയിൽ ഇത് പരിശുദ്ധാത്മാവിനെ അധികമായി നൽകുന്ന, പരിശുദ്ധാത്മാവിനെ അധികമായി നൽകുന്നത് എങ്ങനെയാണ്, ഇതിൻ്റെ അളവ് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുക? ആദ്യം പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിൽ നിറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മെഷർ നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ ആ പരിശുദ്ധാത്മാവിലുള്ള കൃപകളും കൃപാവരങ്ങളും ഫലങ്ങളും അതിൻ്റെ നല്ല ഗുണങ്ങളെല്ലാം, എസൻസ് എല്ലാം നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു വരാൻ ഇടയാവും. അതാണ് പരിശുദ്ധാത്മാവിൽ നിറയുക എന്ന് പറഞ്ഞത്. അപ്പം നമ്മൾ ദൈവത്തോട് പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണം അല്ലേ? ചോദിക്കാൻ തന്നെയാണ് ദൈവവചനം പറയുന്നത്. ചോദിച്ചാൽ ആണ് നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹം. നമുക്ക് ഈ ലോകത്ത് എന്ത് കാര്യങ്ങളോട് ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ പിതാവിനോട് ചോദിക്കുമല്ലേ, ചെറുപ്പകാലങ്ങളിലെല്ലാം ചോദിക്കും എന്ന് പറഞ്ഞതുപോലെ ദൈവകാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ആഗ്രഹം ദൈവത്തിന് അറിയണം. നമ്മുടെ വായിൽ നിന്ന് കേൾക്കുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഹൃദയം കൊണ്ടായാലെങ്കിലും അങ്ങനെയെങ്കിലും ദൈവത്തോട് പറയുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. അപ്പോൾ നമുക്ക് ഈ ലോകത്തിലെ കാര്യങ്ങളും ചോദിക്കാം അല്ലേ? പരിശുദ്ധാത്മാവിനെ ചോദിക്കാം, പിശാചിനോട് എതിർത്ത് നിൽക്കാം, ക്ഷമ ചോദിക്കാം ദൈവത്തോട്. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്, നമുക്ക് ഈ ലോകത്തിൽ കഷ്ടങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു വന്ന കഷ്ടങ്ങളുണ്ട്. തീർച്ചയായും അതിൽ നിന്ന് നമുക്ക് വിടുതൽ വേണം. ഞാൻ പറയട്ടെ, ഇപ്പം എൻ്റെ ശരീരത്തിൽ ഭയങ്കര ക്ലേശങ്ങളിലൂടെ കടന്നു പോവാണ്. പ്രാർത്ഥിക്കാൻ വളരെ പ്രയാസമാണ്. നമുക്ക് പറയാൻ എളുപ്പമാണ് മറ്റുള്ളവരെ, നീ പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണ് നിനക്ക് ഹീലിംഗ് അല്ലെങ്കിൽ സൗഖ്യം വരാത്തതെന്ന് പറഞ്ഞ് നമുക്ക് ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇറക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷേ നമുക്ക് ഹീലിംഗ് വേണം. നമ്മുടെ ഹാർട്ടിന് ഹീലിംഗ് വേണം. ഹാർട്ടെന്ന് പറഞ്ഞാൽ ഹാർട്ട് അറ്റാക്കിനെ കുറിച്ചല്ല പറയുന്നത്. നമ്മുടെ ഈ ദുഷ്ടത നിറഞ്ഞ ഹൃദയം ശരിക്കും ഹീൽഡ് ആവണം. പിന്നെ നമുക്ക് ഇതിനും അതിനോട് സമം തന്നെയാണ് നമ്മുടെ ശരീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പലർക്കും താങ്ങാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ സുഖത്തോടെ ഇരിക്കുമ്പം നമുക്ക് ഇപ്പം ഞാൻ ഈ സന്ദേശങ്ങൾ പറയാൻ കഴിയുമായിരിക്കും, അല്ലെങ്കിൽ നമുക്കിത് ഷെയർ ചെയ്യാൻ കഴിയുമായിരിക്കും. പക്ഷെ നമ്മളൊരു കഷ്ടതയിൽ വരുമ്പം നമുക്ക് ഈ വിശ്വാസം മുറുകെ പിടിക്കാൻ പറ്റുമോ? അപ്പോൾ നമുക്ക് നമ്മുടെ ശരീരം പരമാവധി ഹീൽഡായിട്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. 100% അല്ല, നമ്മുടെ മനുഷ്യ ശരീരം എപ്പോഴും റിപ്പയറുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. എന്തെങ്കിലും ഒരു എൻഡിൽ നിന്ന് വന്നുകൊണ്ടിരിക്കും. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന ശരീരമാണ്. അപ്പോൾ അതിൽ തേയ്മാനം വരാം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ്, അതിൽ കുറവുകളുണ്ട്, കേടുകളുണ്ട്, പോയിസണുണ്ട്. അതെല്ലാം നമ്മുടെ ശരീരത്തിൽ ബ്ലഡിലേക്ക് കിടക്കാം. നിരവധിയായ അസുഖങ്ങൾ അറിയാതെ നമ്മുടെ ശരീരത്തിലേക്ക് എപ്പോഴും പ്രവേശിച്ചു കൊണ്ടിരിക്കാം. അപ്പം അത് സർവ്വസാധാരണമാണ്. ചിലപ്പോൾ കൈ കടന്നു പോകുമ്പം നമുക്ക് തീരെ അപ്രതീക്ഷിതമായ എല്ലാം പല അസുഖങ്ങൾ നമുക്ക് കടന്നു വരും. അപ്പോൾ അതിൽ നിന്നും നമുക്കൊരു വിടുതൽ വേണം അല്ലേ? അപ്പോൾ നിങ്ങളിത് നോട്ട് ചെയ്യണം. പല കാര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഇന്നലെ ചിന്തിച്ചത് പ്രാർത്ഥനയിലൂടെ ഉണ്ടാകുന്ന അനുഭവങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. ഇന്ന് പ്രാർത്ഥനയുടെ ഗുണങ്ങൾ, നമ്മൾ എന്തിനെല്ലാം വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് എന്നിത് ലിസ്റ്റ് ഇട്ട് പറയുകയല്ല. പക്ഷെ ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായ കാര്യങ്ങളുണ്ട്. പിന്നെ നമുക്ക് സുരക്ഷിതത്വം വേണം അല്ലേ? ഇതൊക്കെ ഞാൻ ഏറ്റവും ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ കുറഞ്ഞ കാര്യങ്ങളാണ്. ദൈവവചന സംബന്ധമായ കുറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപക്ഷമയാണ് കേട്ടോ. പാപക്ഷമ കഴിഞ്ഞിട്ടേ ഉള്ളൂ എല്ലാം. ഞാൻ പറയട്ടെ, നിങ്ങളുടെ അസുഖങ്ങളെല്ലാം ശരീരത്തിലെല്ലാം കർത്താവിന് 10 കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി ഒരാളാണ് തിരിച്ചു വന്ന ആൾക്കാണ് പാപക്ഷമ കിട്ടുന്നത്. മറ്റവന് ശരീര അസുഖങ്ങളെല്ലാം മാറി. പക്ഷേ ഈ തിരിച്ചു വന്ന ആൾ ദൈവത്തിലേക്ക് കടന്നു വന്നു. അതാണ് ദൈവസ്നേഹം എന്ന് പറയുന്നത്. അപ്പോൾ എന്നാൽ രോഗം സൗഖ്യമാകാത്ത ആളുകളുണ്ടാവാം, അവർ ദൈവത്തെ സ്നേഹിച്ച ആളുകളുണ്ടാവാം. അപ്പോൾ അതാണ് ഏറ്റവും വലിയതായി കാണുന്നത്. പിന്നെ നമുക്ക് ഈ ലോകത്തായിരിക്കുമ്പം ഒരു പരിധി വരെ ദൈവത്തോട് നമുക്ക് പ്രൊട്ടക്ഷന് വേണ്ടി പ്രാർത്ഥിക്കാം. തീർച്ചയായും ഞാൻ ഈ ലോകത്ത് ജീവിച്ചിരിക്കേണ്ടത് ദൈവത്തിന് ആവശ്യമാണെങ്കിൽ ദൈവത്തിന് എന്നെ ഈ ലോകത്ത് പ്രൊട്ടക്റ്റ് ചെയ്തേ മതിയാവും അല്ലേ? എനിക്ക് സുവിശേഷം മറ്റുള്ളവരോട് അറിയിക്കണമെങ്കിൽ എനിക്ക് കൂടുതൽ ആയുസ് വേണമല്ലോ, ജീവിച്ചിരിക്കണത് ആവശ്യമാണ്. പക്ഷെ അത് എൻ്റെ സ്വാർത്ഥ ജീവിതത്തിനും സുഖലോപിതമായ അല്ലെങ്കിൽ ധാരാളിത്തമുള്ള ഒരു ജീവിതം നയിച്ച് ഈ ലോകത്തുനിന്ന് മരിച്ചു പോകാൻ വേണ്ടിയിട്ട് കൂടുതൽ കാലം ജീവിച്ചിരിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റ് അല്ല പറയുന്നത്. പക്ഷെ ദൈവത്തിന് വേണ്ടി കൂടുതലായി കാലം ജീവിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിനും ഇഷ്ടമാണ്. കാരണം
വിട്ടുപിരിഞ്ഞിരിക്കുന്ന ക്രിസ്തുവിനോട് കൂടെ ഇരിക്കുന്നത് പ്രയോജനമെന്ന് പൗലോസ് പറഞ്ഞു. എന്നാൽ കർത്താവിന് വേണ്ടി ഈ ലോകത്ത് കർത്താവിൻ്റെ ഇഷ്ടമാണെങ്കിൽ ഇവിടെ ആയിരിക്കുന്നത് നല്ലത്, അതിലും നല്ലതെന്ന് പറഞ്ഞു. കാരണം ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നതും കർത്താവിൻ്റെ വചനം നമ്മൾ കേട്ട് കർത്താവിലേക്ക് അടുത്ത് വരുവാൻ ഇടയായതും എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ഈ സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടിയാണ്. കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് മറ്റുള്ളവരോട് സംസാരിക്കാൻ വേണ്ടിയാണ് നമ്മളെ കർത്താവ് വിളിച്ചത്. അതുകൊണ്ട് ഈ ലോകത്ത് സേഫായിരിക്കേണ്ടത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സേഫ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമാണ് അല്ലേ? നേരത്തെ അസുഖം ഹീലാവുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞതുപോലെ തന്നെയാണ് ശരീരത്തിൽ സേഫ്റ്റി അല്ലേ? നമ്മൾ പലപ്പോഴും ദൂതന്മാരെ കാവൽ ചെയ്യണമേ എന്നൊക്കെ പറയും. പക്ഷേ അത് നമ്മുടെ പ്രാർത്ഥനാ വിഷയമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാക്ട്ലി ബിബ്ലിക്കൽ അല്ല. നമുക്ക് പുതിയ നിയമത്തിൽ അത് ദൈവത്തിൻ്റെ ഒരു സ്നേഹമാണ്, ദൈവത്തിൻ്റെ ഒരു കരുതലാണ്. ദൂതന്മാരെ ഇറക്കി നമുക്ക് സംരക്ഷിക്കണമെന്ന് പറയത്തക്ക രീതിയിലുള്ള ഒരു ദൈവവചനം നമുക്ക് വ്യക്തമായി കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷെ നമുക്ക് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. അത് പരിശുദ്ധാത്മാവിന് വലുതാണോ? ദൂതന്മാർ അല്ല. പരിശുദ്ധാത്മാവ് നമുക്ക് കാവലാണ്. നമ്മുടെ ഉള്ളിൽ എപ്പോഴും നമ്മുടെ അകത്തെ മനുഷ്യനെയും ഒരു പരിധിവരെ നമ്മുടെ പുറത്തെ മനുഷ്യനെയും സംരക്ഷിക്കുക. എന്നാൽ ഒരു പരിധിവരെ പുറത്തെ മനുഷ്യനെന്ന് പറയുന്നത് എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവിൽ വിശ്വസിച്ച ശിഷ്യന്മാരെല്ലാം പല പല ശോധനകളിലൂടെ കടന്നുപോയി മരിച്ചവരുമല്ല. അവരുടെ കൂടെ എന്തുകൊണ്ട് പരിശുദ്ധാത്മാവ് ഉണ്ടായില്ല? പരിശുദ്ധാത്മാവ് എല്ലാ ഒരു പരിധി വരെയാണ് ഈ ലോകത്തെ പ്രൊട്ടക്ഷനുള്ളൂ. അത് കഴിഞ്ഞാൽ മനുഷ്യന് തന്ന ആയുസ്സുകൾ ദൈവം ദുഷ്ടൻ്റെ മേലും നീതിമാൻ്റെ മേലും മഞ്ഞും മഴ അയക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ അതെല്ലാവർക്കും ഉണ്ട്. ഈ ലോകത്തെ ജീവിതം ദൈവം അൺഫെയർ അല്ല, ഫെയറാണ്. ഈ ലോകത്തെ ജീവിതത്തിൽ അൺഫെയർ അല്ല, ഫെയറായിട്ടാണ് ദൈവം കാര്യങ്ങൾ മുന്നോട്ട് നയിക്കുന്നത്. അപ്പം ആ ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. പിന്നീട് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നതാണ് ഈ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ദൈവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ദൈവത്തിൻ്റെ മക്കൾക്ക് വേണ്ടി. പൗലോസ് പറയുന്നുണ്ട്, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ, സുവിശേഷം അറിയിക്കാൻ ബലം കിട്ടേണ്ടതിന്, അല്ലെങ്കിൽ സുവിശേഷത്തിൻ്റെ വാതിൽ തുറന്നു കിട്ടേണ്ടതിന് എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. അപ്പോൾ തീർച്ചയായും ദൈവം അബ്രഹാം ലോത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇടയായി. അവിടെ ദൈവം പ്രാർത്ഥന കേട്ടതായി നമുക്കറിയാം. അപ്പോൾ തീർച്ചയായും നമ്മൾ യേശു ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതായിട്ട് അറിയാം അല്ലേ? ഇപ്പോൾ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ്, അത് ദൈവസന്നിധിയിൽ സ്വീകാര്യമാണ്. അപ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവ് പറഞ്ഞു, നിങ്ങൾ നിങ്ങളെയും എന്നെ ചൊല്ലിക്കരയേണ്ട, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ചൊല്ലിക്കരവിൻ എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ അതും വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥ നിന്ന് പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. പിന്നെ നമുക്ക് ദൈവത്തിൻ്റെ ഇപ്പോൾ ഓൾറെഡി നിലനിൽക്കുന്ന ദേവദാസന്മാരെ കുറിച്ച് പറഞ്ഞു നമ്മൾ. അതല്ലാതെ തന്നെ ദൈവത്തിലേക്ക് ദാസന്മാർ ഉണ്ടാകേണ്ടതിന് പ്രാർത്ഥിക്കാൻ കർത്താവ് ഒരു ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാനിതൊന്നും ഗൂഗിൾ ചെയ്ത ഇൻഫർമേഷൻസ് അല്ല. ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ വചനം അറിയുന്ന ഭാഗങ്ങളിൽ എവിടെയെല്ലാമാണ് ഒരു സംബന്ധമായി ഹൃദയത്തിലേക്ക് കടന്നു വരുന്ന ഭാഗങ്ങൾ നോട്ട് ചെയ്ത് അങ്ങനെ ഉൾത്തിരിയുന്ന മെസ്സേജുകളാണിത്. അപ്പോൾ കർത്താവ് പറഞ്ഞു, വേലക്കാരില്ലാത്തത് കൊണ്ട് കൊയ്ത്ത് അനേകമുണ്ട്, വേലക്കാരോ ചുരുക്കം. കൊയ്ത്തിൻ്റെ യജമാനോട് അപ്പോൾ അത് പിതാവാം ദൈവത്തിന് വേലക്കാരുണ്ടാവാൻ, കർത്താവിൻ്റെ ഈ വചനം വിതയ്ക്കണ്ടേ, അപ്പോൾ അതിന് വേലക്കാരുണ്ടാകാൻ പ്രാർത്ഥിക്കാൻ കർത്താവ് ഒരിടത്ത് പറഞ്ഞു. അപ്പോൾ വേലക്കാരുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. പിന്നെ കർത്താവ് പറഞ്ഞു, അപ്പോൾ ഈ വേലക്കാരുണ്ടാകേണ്ടത് എന്തിനാ? അപ്പം നമ്മുടെ സ്വാർത്ഥതയല്ല ശരിക്കും ആത്മീയ ജീവിതത്തിൽ ഞാൻ വലിയൊരാളാവണം, ദൈവദാസനാവണം, ഞാൻ മാത്രമാവണം എന്നുള്ളൊരു അനുഭവം അല്ല ശരിക്കും ആത്മീയ ജീവിതം. ശിഷ്യത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശിഷ്യനും അടങ്ങിയിരിക്കാൻ പറ്റില്ല. ആ ശിഷ്യൻ ദൈവവചനം പറഞ്ഞ് മറ്റുള്ളവരെ ശിഷ്യരാക്കാൻ വേണ്ടിയുള്ള ഒരു അനുഭവമാണ്. അപ്പോൾ അതിനോടൊപ്പം ചേർന്നിട്ടുള്ള ഒരു കാര്യമാണ് ഹൃദയ സംബന്ധമായി ഒരു പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ ശിഷ്യത്വം എന്നുള്ള കാര്യം മനസ്സിൽ ഏറ്റവും വലിയ കയറിക്കിടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ പ്രാർത്ഥനയിൽ ആ ഭാഗമായിട്ട് കടന്നു വരും. അങ്ങനെ നേതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ദേവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ എന്താണ് ശരിക്കും ഈ പ്രാർത്ഥന കാണിക്കുന്നത്? പ്രാർത്ഥന കാണിക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നല്ല, നമ്മൾ പല കാര്യങ്ങൾ പറഞ്ഞല്ലേ, ദൈവസന്നിധിയിൽ താഴെ. യെസ്. അപ്പോൾ നമ്മുടെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും പറഞ്ഞിട്ടുണ്ടല്ലേ കർത്താവ്. നേതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ശരിക്കും മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? ഈ ശത്രുത നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഇല്ലാതെ ആകാനുള്ള ഒരു വലിയൊരു കീയാണ് ഈ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ. ഈ ശത്രുത മനോഭാവം നമ്മളിൽ നിന്ന് മാറണം.
അതായത് ഈ ലോകം നമുക്ക് എതിര് ആണ് എങ്കിലും ലോകത്തിലൂടെ പ്രവർത്തിക്കുന്ന പിശാചാണ്. മനുഷ്യരെയാണല്ലോ നമ്മൾ ശത്രുക്കൾ എന്ന് പറയുന്നത്. പിശാചിനെ മെയിനായിട്ട് പറയുന്നില്ല, നമ്മൾ അറിയുന്നില്ല, അതുകൊണ്ട് അധികം ശത്രുവാന്ന് പറയുന്നില്ല. പക്ഷെ മനുഷ്യരായ ആളുകൾ, പല ആളുകളും ശത്രുത ഉള്ള ആളുകളെ നമുക്ക് കാണുമ്പോൾ ശത്രുക്കളെ, ഓ അവൻ നീ ശത്രുവിൻ്റെ പോലെ പെരുമാറണം, അങ്ങനെ പല വാക്കുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഈ ശത്രുത എന്നുള്ളത് ദൈവരാജ്യ സംബന്ധമായൊരു വാക്കല്ല. കാരണം കർത്താവ് പറഞ്ഞ ക്രൂശിൽ കിടന്ന് ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയായകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. പക്ഷെ നിങ്ങൾ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ, നിങ്ങൾ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ എന്ന് പറഞ്ഞാൽ അവരും ദൈവത്തെ അറിയണം. അതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. നമ്മൾ മാത്രമല്ല ദൈവത്തെ അറിയണ്ടേ, അവരും സാധാരണ മനുഷ്യരാണ്. അവരിലേക്ക് കാലാകാലങ്ങളിൽ എങ്ങനെയെല്ലാം കയറി വന്ന പാപങ്ങളും അവരുടെ ജീവിതത്തിലെ ശാപങ്ങളും ഇതുമെല്ലാം മുഖാന്തരം അവരും അകപ്പെട്ടിരിക്കുന്നത് വലിയൊരു കെണിയിലാണ്. അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ പ്രാർത്ഥന എന്ത് ചെയ്യുന്നത്? പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാർത്ഥന എന്താണ് കാണിക്കുന്നത്? വാട്ട് ഡസ് ഇറ്റ് ഷോ? ഇറ്റ് ഷോസ് യുവർ സബ്മിഷൻ ടു ദ ലോഡ്. ഇല്ലേ, ദൈവത്തിന് താഴുക എന്ന് പറഞ്ഞ കാര്യമില്ല. അല്ലെങ്കിൽ നമ്മൾ കീഴടങ്ങുക, ദൈവത്തിന് കീഴടങ്ങുന്ന ഒരു അനുഭവമാണ് അല്ലേ. ഒരാളോട് ഒരു കാര്യം ചോദിക്കണമെങ്കിൽ നമ്മുടെ അഭിമാനം ഒരുപാട് അടിയറ വെക്കണം അല്ലേ. നമ്മൾ താഴണം അല്ലേ. നമുക്കിപ്പോൾ ഒരാളോട് ഫേവർ, ഞാൻ വളരെ ചോദിക്കുന്നത് വളരെ കുറവായിട്ടൊരാളാണ്. പല ആളുകളോട് ഫേവർ ചോദിക്കുന്നത് കുറവായിട്ടുള്ളൊരു സ്വഭാവമുള്ള ആളാണ് ഞാൻ. അപ്പോൾ നമുക്ക് ഒരാളോട് ചോദിക്കണമെങ്കിൽ നമ്മുടെ അഭിമാനം അത്രമാത്രം താഴെ നമ്മളത് കളയണ പോലെ തോന്നും അല്ലേ. ശരിക്കും കളയുന്നൊന്നുമില്ല, നമുക്ക് ചോദിക്കാൻ പറ്റും. കാരണം നമുക്ക് ആ സഹായം ചോദിക്കണോണ്ട് തെറ്റൊന്നുമില്ല ഈ ലോകത്ത്. അങ്ങനെയാണ് മറ്റുള്ളവനും സഹായിക്കാനുള്ള ഒരു മെൻറ്റാലിറ്റി ഉണ്ടാവുക. നമ്മളെന്നും സഹായം ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ മറ്റവൻ സഹായം ചെയ്യാൻ പഠിക്കാതെ ആയിത്തീരും. അപ്പോൾ നമ്മളിത് ഒരു സറണ്ടറിങ് ആണ് ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ. ദൈവസന്നിധിയിലേക്ക് ചെന്ന് എത്തുമ്പോൾ എനിക്ക് ആശ്രയിപ്പാൻ കഴിയുന്ന ഒരു നാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാഹൻ്റെ നാമം മാത്രമാണ്, ദൈവത്തിൻ്റെ നാമം മാത്രമേ ഉള്ളൂ. അപ്പോൾ ആശ്രയിക്കുകയാണ് നമ്മൾ നമുക്കുള്ളൊരു സമർപ്പണമാണ് കാണിക്കുന്നത്, നമുക്കുള്ളൊരു സബ്മിഷനാണ്, നമുക്കുള്ളൊരു സറണ്ടറിങ് ആണ് കാണിക്കുന്നത്. അതോടൊപ്പമാണ് നമുക്കുള്ള ആശ്രയമാണ് അല്ലേ. എനിക്ക് ദൈവത്തെ വേണമെന്നുള്ളൊരു മനോഭാവം നമുക്ക് ദൈവത്തിന് നോക്കുമ്പോൾ കാണും. ഈ ലോകം മാത്രമല്ല ഈ മകന് വേണ്ടതും, അവന് ദൈവത്തെയും കൂടി വേണമെന്നുള്ള. അതോടൊപ്പം നമ്മുടെ എംപ്റ്റിനെസ്സാണ് കാണിക്കുന്നത്. നമുക്ക് നീഡ് കാണിക്കുന്നത് എന്തുവാ? നീഡ് ഓഫ് ഗോഡ്. ആ ദൈവത്തോടുള്ള ആഗ്രഹം കാണിക്കുന്നത് എന്താ വെച്ചാൽ ഉള്ളിലൊരു എംപ്റ്റിനെസ്സാണ്, ദൈവത്തോടുള്ള സ്നേഹമാണ്, ദൈവത്തോടുള്ള നന്ദിയാണ്. ഇന്നലെ പറഞ്ഞ കാര്യങ്ങളോട് തന്നെ പറഞ്ഞു പോവുകയാണ്, ഇതിനു മുമ്പത്ത് പറഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ ദൈവത്തോടുള്ള അക്നോളജ്മെൻ്റാണ്, ദൈവത്തെ ഓർക്കുകയാണ് അല്ലേ. നമ്മൾ ഒരു കാര്യത്തിൻ്റെ മധ്യത്തിൽ നിന്ന് നമ്മൾ ഇറങ്ങി വരണമെങ്കിൽ ദൈവത്തെ ഓർത്തേ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ നിൻ്റെ യൗവനത്തിൽ നിൻ്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക എന്ന് പറയുമ്പം ദൈവത്തെ ഓർക്കുകയാണ്, ദൈവത്തെ അക്നോളജ് ചെയ്യാണ്. യെസ്, നമ്മളൊരു കാണാത്ത ഒരാളെ പ്രാർത്ഥിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു കാര്യം ചോദിക്കണമെങ്കിൽ, ഒരു ക്ലൂ ഇല്ലാതെ നമ്മൾ പ്രാർത്ഥിക്കണമെങ്കിൽ ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് എഫേർട്ട്. അല്ലെങ്കിൽ ഒരുപാട് വില്ല് വേണം, നമുക്ക് അതിനുള്ളൊരു മൈൻഡ് വേണം, ഒരു സ്ട്രെങ്ത്ത്, മൈൻഡിൻ്റെ സ്ട്രെങ്ത്താണ് അതിനെ കാണിക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ ഒരു പാഷനാണ്. ഈ പ്രാർത്ഥന കാണിക്കുന്നത് ഒരു പാഷൻ ടുവേർഡ്സ് വാട്ട് വി ആർ ഡൂയിങ് അല്ലേ. ആ ഒരു അൺസീൻ അല്ലെങ്കിൽ ഒരു കാണപ്പെടാത്തൊരു പ്രതിഫലം നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് അതിനുവേണ്ടി, നമ്മൾ ഈ ലോകത്ത് കാണുന്ന പല കാര്യങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന ആളുകളാണ്. അതിനേക്കാളും ഉത്തമമാണ് കാണാത്ത ചില കാര്യങ്ങൾക്ക് വേണ്ടി. അത് കാണിക്കുന്നത് ശരിക്കും പാഷനാണ്. പാഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അതിന് റിസൾട്ട് ഉണ്ടാവണമെന്നില്ല, എങ്കിലും അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകുമ്പം ആ പാഷനാണ് അതിനെ കാണിക്കുന്നത്. അതൊരു ഡെസ്പിറേഷനാണ്, വളരെ ആകാംക്ഷയാണ്. അല്ലെങ്കിൽ അതിനെ ഒരു മലയാളം വാക്കറിയില്ല, ഡെസ്പിറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീക്ഷ്ണത, ആ ഒരു തീവ്രതയുണ്ടല്ലോ, അതാണ് ഈ പ്രാർത്ഥന കാണിക്കുന്നത്. അതൊരു ദാഹത്തെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടങ്ങാത്ത ഒരു ദാഹം, അടങ്ങാത്ത ഒരു ദാഹത്തെയാണ് കാണിക്കുന്നത്. അപ്പം എങ്ങനെയാണ് നമ്മളെ പ്രാർത്ഥന സഹായിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പ്രാർത്ഥന നമ്മളെ സഹായിക്കും നമ്മുടെ ഹൃദയത്തെ വിശുദ്ധീകരിക്കാനും ദൈവത്തോട് അടുത്ത് ചെല്ലാനും. നമ്മളെ വിശുദ്ധീകരിക്കുമ്പോൾ ദൈവത്തോട് അടുത്ത് ചെല്ലും നമ്മൾ. കാരണം കർത്താവ് പറഞ്ഞു, എന്നെയും നിന്നെയും തമ്മിൽ അകറ്റുന്നത് നിൻ്റെ പാപങ്ങളാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ കാണാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മുടെ വിശ്വാസം വർദ്ധിക്കാനിടയാവും, മറ്റുള്ളവരോട് ക്ഷമിക്കാനും മറ്റുള്ളവരോട് പൊറുക്കാനും അവനെ നമുക്ക് ശ്രേഷ്ഠനായി എണ്ണാനും കർത്താവിന് വേണ്ടി കഷ്ടങ്ങൾ സഹിക്കാനും. ഇതെല്ലാം പ്രാർത്ഥനയിലൂടെ നമ്മളെ സഹായിക്കുന്ന കാര്യമാണ്. അങ്ങനെ ദൈവമക്കളാണെന്ന് ഓർമ്മ നമ്മുടെ ഉള്ളിൽ പുതുങ്ങും.
അങ്ങനെ നമ്മുടെ ഉള്ളിൽ ആ ഒരു അധികാരം, ഈ ലോകത്തിൽ കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ഒരു അധികാരമുണ്ട്. ആ അധികാരത്തിൽ ജീവിക്കാൻ നമുക്ക് കഴിയും. അങ്ങനെ നമ്മൾ ദൈവരാജ്യ സംബന്ധമായി ഏറ്റവും പ്രയോജനപ്പെട്ടവരായി ദൈവത്തിന് എണ്ണാൻ കഴിയും. അതുകൊണ്ട് പ്രാർത്ഥനയെക്കുറിച്ച് വേണമെങ്കിൽ ഇനിയും പല കാര്യങ്ങൾ ചിന്തിക്കാൻ എൻ്റെ ചുരുങ്ങിയ ഈ ബുദ്ധിയിലും ആലോചനയിലും ഇത്രയൊക്കെയാണ് വന്നത്. ഇനിയും ഒരുപക്ഷെ ധ്യാനിക്കുമെങ്കിൽ, പ്രാർത്ഥിക്കുമെങ്കിൽ എനിക്കും ഇതിനപ്പുറമായി നിങ്ങൾക്കും ഈ ആലോചനകളെ ദൈവം നിങ്ങൾക്ക് നൽകി തരാൻ ഇടയാകും. അപ്പോൾ ഇതിൽ നിന്നെല്ലാം പ്രസംഗങ്ങളുണ്ടാകട്ടെ. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നെല്ലാം പ്രസംഗങ്ങളുണ്ടാവണം. കാരണം ഇത് നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ പറയും തോറും നമ്മുടെ ഉള്ളിൽ വിശ്വാസമായി പരിണമിച്ചു കൊണ്ടിരിക്കും. നമ്മളിത് ധ്യാനിക്കും തോറും, ചിന്തിക്കും തോറും നമുക്കിത് വിശ്വാസമായി നമ്മുടെ ഉള്ളിൽ പരിണമിക്കും. നമുക്കിത് ഡെയിലി ഡിവോഷൻസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. ഡെയിലി ഡിവോഷൻസ് ഇല്ലെങ്കിൽ നമ്മൾ വീണു പോകാൻ സാധ്യത കൂടുതലാണ്. ചിലർക്കൊക്കെ പിടിച്ചു നിൽക്കാൻ കഴിയുമായിരിക്കാം നിങ്ങൾക്ക്. പക്ഷെ എപ്പോഴും ദൈവവചനമായി അടുത്തിരിക്കുന്നുവെങ്കിൽ ദൈവസ്നേഹം അനുഭവിച്ച് ദൈവത്തോടുള്ള വിശ്വാസത്തിൽ മുറുകെ പറ്റുവാൻ ദൈവം നമ്മളെ സഹായിക്കും. ഈ സന്ദേശം കേട്ടിരുന്ന എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു. തുടർന്നും ഇനിയും മുമ്പോട്ട് ദൈവവചനം ചിന്തിക്കണമെന്നാണ്. പല വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് കഴിവതും ആഴത്തിൽ ചിന്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങളെൻ്റെ കൂടെ ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.